கொடுக்க சொன்ன எல்லா உலமும் செல்வமும் என் தங்கச்சிக்கு கொடுக்க சொல்லுங்க. കട രജിസ്റ്റർ ചെയ്തത് ഇവളുടെ പേരില. കടയുടെ ഉദ്ഘാടനത്തിന് വിളക്ക് കൊളുത്തുന്നത് ഇവളുടെ അച്ഛനാ. അപ്പൊ പിന്നെ നിനക്കിതിൽ എന്താടാ റോള്? പറയടാ. ഇതൊക്കെ നോക്കി നടത്തുന്ന ഗുമസ്തന്റെ പണിയാണോ നിനക്ക്? എടാ, അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറിയിരിക്കും എന്നൊരു ചൊല്ലുണ്ട്. ഈ കണക്കിന് പോയാൽ നിനക്ക് പട്ടിയുടെ സ്ഥാനം പോലും കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്റെ സുശീലെ, നീ ഇങ്ങനെ മണ്ടത്തരം വിളിച്ചു പറയരുത്. ദേവദാസ സാർ ആദ്യമായി ഇവിടെ വന്നപ്പോ പറഞ്ഞ എന്താന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനെല്ലാം ചെയ്യുന്നത് അനുപമയ്ക്ക് വേണ്ടിയാണെന്ന്. അത് അദ്ദേഹം ഇവിടെ വന്ന് പറയാൻ കാരണം എന്താ? അനുപമയ്ക്കുള്ളതെല്ലാം ഇന്ദ്രൻ അവകാശപ്പെട്ടതുകൊണ്ടല്ലേ? ഒരു പേരിലും വിളക്ക് കത്തിക്കുന്നതിലും ഒക്കെ എന്തിരിക്കുന്നു സുശീലേ? അതൊക്കെ ആര് നോക്കുന്നു? കച്ചവടം നടത്തുന്ന ഇന്ദ്രനാണെങ്കിൽ ഇന്ദ്രൻ തന്നെയാണ് ആ കടയുടെ മുതലാളി. അതെ അമ്മേ, കടയിലെ A to Z കാര്യങ്ങൾ നോക്കേണ്ടത് ഞാനാ. ദാസാറിന് പോലും അതേക്കുറിച്ച് ഒരു അറിവുമില്ല. ഇനി അങ്ങോട്ട് എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ വേണം. ഞങ്ങളൊന്ന് പോയിട്ട് വരാമേ. ശരി, നിനക്ക് ശരിയെന്ന് തോന്നുന്നത് നീ ചെയ്യേ. ഞാനായിട്ടൊന്നിനും തടസ്സം നിൽക്കുന്നില്ല. ആ അനു, നീ പോയി പെട്ടെന്ന് റെഡിയാവും. അച്ഛനെ കണ്ടിട്ട് വേഗം തിരിച്ചു വരണം. ശരി, ചെല്ലുമോളെ, വേഗം ചെല്ല്. സുശീലേ, ഞാനും അങ്ങോട്ട് പോവുക. ചില കഴിഞ്ഞു വരാം. ഓ, നിങ്ങൾ വരണമെന്ന് ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. എടാ ഇന്ദ്ര, ചെറിയൊരു പ്രശ്നമുണ്ടല്ലോ. എന്താ അമ്മേ? നീ ഇപ്പൊ അനുവിനെയും കൊണ്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നത് അപകടമാ. അപകടം? എന്താ അപകടം? ആ, അതൊക്കെ ഞാൻ പിന്നെ പറയാം. നീ തൽക്കാലം അനുവിനെ കൂട്ടാതെ അവിടെ ഒറ്റയ്ക്ക് അച്ഛനെ കാണാൻ പോയാൽ മതി. അത് അമ്മേ, ഞാനവിടെ ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല. അതെന്താ? നിന്നെ അവിടെ ആരെങ്കിലും പിടിച്ചു വിഴുങ്ങോ? അതല്ല അമ്മേ, ഹോസ്പിറ്റലിലായ ശേഷം അനുവിന്റെ അച്ഛൻ എന്നോട് അത്ര സുഖത്തിലല്ല. ദാസാറിന്റെ വീട്ടിൽ നിന്ന് രഘു വന്നിറങ്ങിപ്പോയത് എന്നോടുള്ള കലിപ്പ് ഇരട്ടിയായിട്ടാ. അവര് രണ്ടുപേരുള്ള വീട്ടിലേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോയി ശരിയാവില്ല. അനു കൂടെ ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ അവള് മാനേജ് ചെയ്തോളും. എനിക്ക് നീ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ഇന്ദ്ര. പക്ഷേ നീ അനുപമയും കൊണ്ട് ഇപ്പൊ അവിടെ പോയാ നീ വിചാരിച്ചാലും വലിയ ബോംബായിരിക്കും അവിടെ പൊട്ടുന്നത്. അതെന്താ അമ്മേ, പുതിയ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പുതിയ പ്രശ്നമൊന്നുമല്ല, ഒക്കെ പഴയത് തന്നെ. നീ ഹർഷയുമായിട്ടുള്ള ബന്ധം മാഷ് അറിഞ്ഞുവെന്നാ തോന്നുന്നേ. എങ്ങനെ? നിന്റെ സച്ചി സാറ് പറഞ്ഞിട്ട് തന്നെ. അതിനുശേഷമാണ് മാഷിന് ഹാർട്ട് അറ്റാക്ക് വന്നത്. അപ്പോ അതായിരിക്കോ അനുവിന്റെ അച്ഛൻ എന്നോടുള്ള ദേഷ്യം? അതെ, ഒരു സംശയമില്ല. അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലായി പോയതുകൊണ്ടായിരിക്കും മാഷ് ഇതുവരെ അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്. പക്ഷേ ഇപ്പം നീ അങ്ങോട്ട് ചെന്നാ ചിലപ്പോ അയാൾ നിന്റെ നേരെ പൊട്ടിത്തെറിച്ചെന്നിരിക്കും. ആ സമയം അനുപമയും നിന്റെ കൂടെ ഉണ്ടെങ്കിലുള്ള അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് ഇപ്പൊ നീ തനിച്ചു പോയാ മതി. എന്നിട്ട് മാഷിന്റെ പ്രതികരണം എന്താണെന്നറിയേ. ചിലപ്പോ അയാൾ ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മിണ്ടാതിരിക്കും. എങ്കിൽ നീ രക്ഷപ്പെട്ടു. എന്തായാലും അനുപമ കൂടെ വരാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. പക്ഷേ ഞാൻ അവളോട് റെഡിയാവാൻ പറഞ്ഞു പോയല്ലോ അമ്മേ. അതിനെന്താടാ? പറഞ്ഞ വാക്കൊന്ന് മാറ്റി പറഞ്ഞ അവൾ നിന്റെ തല വെട്ടുവോ? വേഗം ചെന്ന് അവളോട് വരണ്ടെന്ന് പറയടാ. ശരി അമ്മേ. അല്ല, ഈ കാര്യങ്ങളൊക്കെ അമ്മ എങ്ങനെ അറിഞ്ഞത്? അതൊക്കെ ഞാൻ നിന്നോട് സമയം പോലെ പറഞ്ഞോളാം. നീ ഇപ്പൊ നിന്റെ കാര്യം നോക്കിന്ദിര. ഇവളെ ഞാനങ്ങനെ വിടത്തില്ല. ഇന്ദ്രേട്ടാ, ഒരു മിനിറ്റ് കൂടെ, ഇതാ കഴിഞ്ഞു. വേണ്ടനു, നീ ധൃതി പിടിക്കണ്ട. പ്ലാനിങ്ങില് ചെറിയൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റം?
അത് തൽക്കാലം അനു വരണ്ട. നമ്മൾ ഒരുമിച്ച് പോയ ടൈം എടുക്കും. ഇല്ല ഇന്ദ്രേട്ടാ, ഞാൻ റെഡിയായി കഴിഞ്ഞു. എനിക്ക് വേണ്ടി ഇന്ദ്രേട്ടന് ഒരു സെക്കൻഡ് പോലും നഷ്ടാവത്തില്ല. അച്ഛനെ കണ്ട് ഇന്ദ്രേട്ടനെ ഇറങ്ങുമ്പോ തന്നെ ഞാനും ഇറങ്ങിക്കോളാം. അതല്ല അനു, എനിക്ക് ആ വഴിക്ക് വേറെ 1-2 ഇടത്തൂടെ പോകാനുണ്ട്. ചിലപ്പോ അതിനിടയിൽ പുതിയ കടയിലേക്കുള്ള ലോഡ് വരും. അതിറക്കാൻ കടയും തുറന്നു കൊടുക്കണം. മനസ്സിലായി. ഈ പുതിയ പരിപാടികളൊക്കെ ഇപ്പൊ പെട്ടെന്ന് എങ്ങനെ ഉണ്ടായെന്ന് എനിക്ക് മനസ്സിലായി ഇന്ദ്രേട്ടാ. പെട്ടെന്ന് ഉണ്ടായതൊന്നും അല്ല അനു. കടയിലേക്ക് ലോഡ് വരുന്ന കാര്യം ദേ ഇപ്പോഴാ വിളിച്ചു പറഞ്ഞത്. എല്ലാം ഞാൻ തന്നെ നോക്കണ്ടേ അനു. ശരി ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടന്റെ ജോലിക്ക് ഞാൻ ഒരിക്കലും ഒരു തടസ്സം ആവില്ല. പ്രതീക്ഷിക്കാതെ ഇന്ദ്രേട്ടൻ വന്ന് വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ആശിച്ചു പോയി. സാരമില്ല, ആശിക്കാൻ പോലെ അവകാശമില്ലാത്ത ജന്മാണ് എന്റേതെന്ന് ചിലപ്പോഴൊക്കെ ഞാൻ മറന്നു പോവാറുണ്ട്. നീ ഇത്രയ്ക്കൊക്കെ പറയുന്നത് എന്തിനാനോ? നമുക്ക് വീട്ടിൽ പോവാന്ന് പറഞ്ഞത് ഞാൻ തന്നെയല്ലേ? ഇപ്പൊ അത് പറ്റാത്തതുകൊണ്ടല്ലേ എനിക്കത് മാറ്റി പറയേണ്ടി വന്നത്? അല്ല, ഇപ്പൊ പറ്റില്ല എന്ന് പറയുന്ന ഇന്ദ്രേട്ടനല്ല, ഇന്ദ്രേട്ടന്റെ അമ്മയാ. അമ്മ പറഞ്ഞാലല്ലാതെ ദാസങ്ങളുടെ തീരുമാനം പോലും മാറ്റാനുള്ള ധൈര്യം ഇന്ദ്രേട്ടൻ കാണിക്കില്ല. അനു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്തിനാ ഇന്ദ്രേട്ടാ ഇങ്ങനെ വ്യക്തിത്വമില്ലായ്മ കാണിക്കുന്നത്? അമ്മയുടെ പിടിവാശികള് ഭാനുവമ്മയ്ക്ക് പോലും തിരുത്താനാവുന്നുണ്ട്. അത്ര പോലും ഇന്ദ്രേട്ടന് സാധിക്കുന്നില്ലല്ലോ. അത് എന്നോട് ഇന്ദ്രേട്ടന് എന്തു ആകാവുന്നുള്ളോണ്ടല്ലേ? ഞാൻ എന്തു അനുസരിക്കുകയും സഹിക്കുകയും ചെയ്യുന്നോണ്ടല്ലേ? അതെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. എന്റെ അവസ്ഥയുമായി സഹകരിച്ചു പോകേണ്ട കടമ നിനക്കില്ലേനോ? എനിക്ക് നിന്നോടല്ലേ വാക്ക് മാറ്റി പറയാൻ പറ്റൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ പ്ലീസ്. അമ്മ നിന്നെ കൊണ്ടുപോകണമെന്നല്ല പറഞ്ഞത്. എന്റെ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ നിന്നെ ബൈക്കിൽ ഇരുത്തി കൊണ്ടുപോയിട്ട് നിനക്കും കുഞ്ഞിനും അപകടമൊന്നും വരുത്തണ്ടെന്നാ. ആയിക്കോട്ടെ ഇന്ദ്രേട്ടാ, അമ്മ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ദ്രേട്ടൻ അത് അനുസരിക്കണം. ഇന്ദ്രേട്ടൻ പറയുന്നത് ഞാനും അനുസരിക്കുന്നു. ഇന്ദ്രേട്ടൻ പോയിട്ട് വാ. എനിക്കൊരു വിഷമോ ഇല്ല. അനു, സോറി. നമ്മുടെ കടയുടെ ഉദ്ഘാടനത്തിന് അവരെല്ലാം വരുമല്ലോ. അപ്പൊ നിനക്ക് എല്ലാവരെയും കാണാം. നമുക്കൊരു ദിവസം അങ്ങോട്ട് പോവുകയും ചെയ്യാം. എനിക്ക് വിഷമമൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ ഇന്ദ്രേട്ടാ? ഈ ഡ്രസ്സ് മാറിയിട്ട് പോയാ മതിയേ. രാവിലെ ഇട്ടതല്ലേ, മുഷിഞ്ഞു കാണും. കുഴപ്പമില്ല അനു, വീണ്ടും ടൈം പോവും. അത് സാരമില്ല, എന്നെ കൊണ്ടുള്ള ശല്യം ഒഴിഞ്ഞു കിട്ടിയില്ലേ. ഒരു വഴിക്ക് പോകുമ്പോ ഫ്രഷ് ആയിട്ട് പോയാ മതി. ഇല്ലെങ്കിൽ അതിന്റെ മോശം എനിക്കാ. ദാ ഇതിട്ടിട്ട് പോയാ മതി. ഇത് പറയാനാണോ എന്നോട് ലീവ് എടുത്ത് വരാൻ പറഞ്ഞത്? 1000 രൂപ നഷ്ടപരിഹാരം തരേണ്ടി വരും കേട്ടോ. അതെന്താ, ഞാൻ പറഞ്ഞിട്ട് സത്യേട്ടന് വിശ്വാസമായില്ലേ? അത്യാവശ്യമായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് അച്ഛന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് ഇവിടെ വന്നത് നുണ പറയാനൊന്നുമല്ല. പിണങ്ങാതെ മാഷെ, പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷേ ഫോണിൽ വിളിച്ചു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. 1000 രൂപ തികയില്ല. അല്ലെങ്കിൽ ചോദിച്ച നഷ്ടപരിഹാരം തന്ന് വണ്ടി വിട്ടോളാൻ പറഞ്ഞേനെ. നേരി കാണാൻ വലിയ തിടക്കമൊന്നുമില്ലെന്ന് ഞാൻ വിളിച്ചപ്പോ പറയായിരുന്നില്ലേ? ഒന്ന് കാണാന്ന് വെച്ച് കഷ്ടപ്പെട്ട് വന്നപ്പോ ഒരു വിലയില്ല. അപ്പൊ കാണാൻ തിടുക്കമുണ്ട്. അന്ന് ഹോസ്പിറ്റലുള്ളപ്പോ സത്യേട്ടൻ വിളിച്ചു പറഞ്ഞില്ലേ കണ്ടിട്ടേ പോകാവൂന്ന്. അതിന് പറ്റാത്തതിന്റെ വിഷമം തീർത്തതാ. താങ്ക്സ്. എന്നുവെച്ച് ഞാൻ പറഞ്ഞ കാര്യം നിസ്സാരായി കരുതണ്ട. സച്ചിയങ്ങളുടെ മകനുമായിട്ടുള്ള ആലോചന അച്ഛൻ ചിലപ്പോ സീരിയസ് ആയിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഏയ്, അതൊന്നും നടക്കാൻ പോകുന്നില്ല. അതെങ്ങനെ സത്യേട്ടന് ഉറപ്പിച്ചു പറയാൻ പറ്റും? ഒരിക്കലും ഒരു കോൺട്രാക്ടറുടെ മകളുടെ ആലോചന സത്യേട്ടന് വന്നപ്പോ ഞാൻ മുടക്കിയത് ഓർമ്മയുണ്ടല്ലോ. അതിന് പ്രത്യുപകാരമായി സത്യേട്ടൻ ഇത് മുടക്കിയേ പറ്റൂ. ആ ഗോകുൽ ആള് ശരിയല്ലെന്ന് സത്യേട്ടൻ അച്ഛനെ വിളിച്ചു പറഞ്ഞാ മതി. ഇയാള് പറഞ്ഞ അച്ഛന് വലിയ വിശ്വാസം. വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്നത് ശരിയാണോ ചീരു? അല്ലെങ്കിലും ഗോകുല് വലിയ കുഴപ്പക്കാരനൊന്നുമല്ല. എന്തുകൊണ്ടും യോഗ്യനായ ഒരു ചെറുപ്പക്കാരനാ. എന്നുവെച്ച് ഞാനതിന് സമ്മതിക്കണമെന്നാണോ? ഏയ്, സമ്മതിച്ചാ നിന്നെ ഞാൻ കൊല്ലും.
ശീരു എന്താ ഇവിടെ? കൊള്ളാം. ഇനിയിപ്പോ സച്ചിയെങ്കിലും അനന്തമാഷും അതങ്ങ് തീരുമാനിച്ചാലും ഗോകുലും നീയുമായുള്ള കല്യാണം ഒരിക്കലും നടക്കില്ല ചീരു. അതെന്താ? ഗോകുലും സോനിയും തമ്മിൽ പ്രണയത്തിലാ. സത്യം? ആ ബന്ധം എവിടെ ചെന്ന് എത്തും എന്നൊന്നും എനിക്കറിയില്ല. അമ്മ ഒരിക്കലും അതൊന്നും അംഗീകരിക്കാനും പോകുന്നില്ല. അതെന്താ? നിങ്ങൾ രണ്ട് ഫാമിലിയും തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നല്ലോ. ആയിരുന്നു. ഗോകുലും സോനിയും തമ്മിലുള്ള സൗഹൃദം അന്നേ ഉണ്ടായിരുന്നതാ. പക്ഷെ ഇപ്പൊ കഥ മാറി. രണ്ട് ഫാമിലിയും ഒരിക്കലും അടുക്കാത്ത വിധം പിരിഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു. ഇനിയിപ്പോ സോനയുടെ കാര്യം എന്ത് ചെയ്യും? അറിയില്ല. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഗോകുലിന് മാറാൻ കഴിഞ്ഞാലും സോനയ്ക്കതിന് കഴിയില്ലെന്നാ. ഇപ്പോ സച്ചിയെങ്കിൽ മകന് വേറെ കല്യാണം ആലോചിക്കുമ്പോ സത്യത്തിൽ എനിക്ക് ടെൻഷനാ. ഇതറിയുമ്പോ സോന എങ്ങനെ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ. എത്ര നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഗൂഗിളിട്ടിന് എന്താ വരാത്തെ? ഇത് മനഃപൂർവ്വ. വരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഉടനെ അങ്ങ് പോയി കളയല്ലേ? ഞാൻ പിന്നെ ഇവിടെ കുറ്റിയടിച്ച് നിൽക്കണോ? ഗൂഗിളിട്ടൻ സാധാരണ ടൈം പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് വരുന്നതാണല്ലോ. ഇന്നലെ പിരിയുമ്പോഴും നമ്മൾ തീരുമാനിച്ചല്ലേ എന്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ കാണാന്ന്. എന്നിട്ട് എത്ര തവണ ഞാൻ വിളിച്ചു. പറഞ്ഞത് മതി. ഇന്നലെ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാനിപ്പോ വന്നത്. അല്ലാതെ എനിക്ക് ഒരു മൂടുമില്ലായിരുന്നു ഇങ്ങോട്ട് വരാനും നിന്നെ കാണാനും. എങ്കിൽ പിന്നെ എന്തിനാ വന്നത്? ഞാൻ വിളിച്ചപ്പോ ഫോൺ എടുത്ത് പറഞ്ഞാ മതിയായിരുന്നല്ലോ എനിക്ക് നിന്നെ കാണാൻ താല്പര്യമില്ലാന്ന്. ഞാനങ്ങ് പോവില്ലേ? ആ, ഏതായാലും പോവാൻ തുടങ്ങിയതല്ലേ, പോയിക്കോ. എനിക്കൊന്നുമില്ല. ഈ ഗോകുലിട്ടിന് ഇത് എന്തു പറ്റി? എന്നോട് ഒരു സ്നേഹവും ഇല്ലാത്ത പോലെ. സ്നേഹിക്കാനൊന്നും ചിലപ്പോ പറ്റില്ല സോന. അത്രയ്ക്ക് ചീപ്പായിട്ട് നിന്റെ വീട്ടുകാരൻ ഞങ്ങളോട് ഓരോന്ന് കാണിക്കുന്നത്. ഇതുവരെ നിന്റെ ഏട്ടനെ കൊണ്ടുള്ള ശല്യം മാത്രമായിരുന്നു. ഇപ്പൊ നിന്റെ അമ്മ ഇറങ്ങിയിരിക്കുക. ഗൂഗിളിട്ടിന് ഇത് എന്താ ഈ പറയുന്നേ? അമ്മ എന്ത് ചെയ്തുന്നാ? അവര് രാവിലെ എന്റെ വീട്ടിൽ വന്നിരുന്നു. അച്ഛനും മക്കളും കൂടി എന്റെ കുടുംബം നാറ്റിച്ച് അടങ്ങുമല്ലേ? എങ്കിൽ നാറ്റിക്ക്. ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? എന്റെ മകൾ സോനയിലൂടെ ഇന്ദ്രൻ ആള് ശരിയല്ലെന്ന് അനുപമയെ അറിയിക്കണം അല്ലേ? അതിനുവേണ്ടി നിങ്ങളുടെ മകൻ എന്റെ മകളെ വശീകരിച്ചു വെച്ചിരിക്കുകയാണെന്നും എനിക്കറിയാം. എന്റെ കുടുംബത്തിന് ഇനിയും നിങ്ങൾ എന്തെങ്കിലും പേരുദോഷം ഉണ്ടാക്കിയ നശിച്ച് നാറാണക്കല്ലെടുത്തു പോകും ഈ കുടുംബം. ഇങ്ങനൊരു അപമാനം എന്റെ വീട്ടുകാർക്ക് ഇതുവരെ സഹിക്കേണ്ടി വന്നിട്ടില്ല. വീടിന്റെ മുൻപിൽ വന്ന് നിന്റെ അമ്മ ഇങ്ങനെയൊക്കെ കാണിക്കാൻ മാത്രം ഞങ്ങൾ എന്ത് തെറ്റാ സോന ചെയ്ത്? അവരിപ്പോഴേ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരുമിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല സോന. ഗോകുലേട്ട അമ്മയുടെ സ്വഭാവം അങ്ങനെയായിപ്പോയി. അമ്മയ്ക്ക് വേണ്ടി ഞാൻ സോറി പറയാ. നമ്മുടെ കാര്യം തീരുമാനിക്കുന്നത് നമ്മളല്ലേ ഗോകുലേട്ട, അമ്മയല്ലല്ലോ. നമ്മൾ മാത്രം തീരുമാനിച്ചുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല സോന. എനിക്കിനി എന്റെ വീട്ടുകാരുടെ ഇഷ്ടം കൂടി നോക്കേണ്ടി വരും. എന്നുവെച്ചാ അമ്മ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് എന്നെ ഒഴിവാക്കാൻ ഗോകുലേട്ടന്റെ വീട്ടുകാർ പറഞ്ഞോ? അതെ, നിന്നെ ഞാൻ വശീകരിച്ച് കൂടെ നിർത്തി എന്തൊക്കെയോ ചെയ്യാൻ പോവാണെന്നാണല്ലോ നിന്റെ അമ്മ വന്ന് പറഞ്ഞിട്ട് പോയത്. അതുകൊണ്ട് കുറച്ചു ദിവസത്തേക്ക് ഇനി തമ്മിൽ കാണാതിരിക്കുന്ന സോന നല്ലത്. ഗോകുലേട്ടാ. യെസ്, ഇത് പറയാൻ കൂടിയാ ഞാൻ നേരിട്ട് വന്നത്. നമുക്കിടയിൽ ഇനിയൊരു ഗ്യാപ്പ് നല്ലതാ. നോ, എനിക്ക് പറ്റില്ല. ഗോകുലേട്ടനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അതെ സോന, നിന്റെ അമ്മയെ പോലെ നീ സീനുണ്ടാക്കാൻ നോക്കണോ? ഇപ്പൊ ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇടാനേ പറഞ്ഞിട്ടുള്ളൂ.
നീ അതുമായി സഹകരിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരിക്കലും കണ്ടില്ലെന്ന് വരും. ആരാച്ച രഘുവേട്ടനാ? വിളി കുറച്ച് ഫ്രൂട്ട്സാ. ഇരിക്കും ഇന്ദ്ര. അല്ല, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എല്ലാവരും അവരവരുടെ കാര്യത്തിന് പോയിരിക്കുക. ഇവിടെ ഇപ്പൊ ഒരു ജോലി ഇല്ലാത്തത് എനിക്കും അച്ഛനും മാത്രം. അല്ല, സാധാരണ ചിലങ്ക ഇവിടെ കാണാറുണ്ട്. ഇന്ന് അവളെയും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ചിലങ്ക അത്യാവശ്യമായിട്ടൊന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വരെ പോയിരിക്കെ. ആ, കഴിഞ്ഞ തവണ പോയപ്പോ ഏതോ ഒരു ഫോം കൊടുക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ പോയതാ. ഓ, രഘുവേട്ടൻ പിന്നെ 2 ദിവസമായിട്ട് ഭയങ്കര ഓട്ടത്തിലാ, പുതിയ ബിസിനസ് തുടങ്ങുന്നതിന്റെ. അല്ല, എന്താ കുടിക്കാൻ എടുക്കണ്ടേ? ചായയോ കോഫിയോ? ആ, എന്തായാലും മതി. അച്ഛനും എടുക്കട്ടെ? ആ, അച്ഛാ, അച്ഛന് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അതെന്താ ഇന്ദ്രൻ അങ്ങനെ ചോദിച്ചത്? അല്ല, അന്ന് ഹോസ്പിറ്റലിൽ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുക. അച്ഛൻ എന്നോട് പഴയതുപോലെ ഒരു താല്പര്യമില്ലാത്തതുപോലെ. എന്റെ സമയം ഇപ്പോൾ വളരെ മോശമാണ്. അനുവിന്റെയും അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെയും ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിലനിന്ന് പോകുന്നതെന്നാ ജാതകത്തിൽ പറയുന്നത്. പഴയ മിത്രങ്ങളൊക്കെ ഇപ്പൊ ശത്രുക്കളാണ്. ഞാനിങ്ങനെ ജീവിച്ചു പോകുന്നത് ചിലർക്കൊന്നും സഹിക്കുന്നില്ല. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് ഒതുക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും അച്ഛനെ എന്തെങ്കിലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നോട് തുറന്നു പറയണം. അച്ഛന്റെ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് എന്റെ ആവശ്യമാണല്ലോ. ഇല്ലില്ല, ഇല്ലേന്ദ്ര. എനിക്ക് നിന്നെക്കുറിച്ച് ഒരു തെറ്റിദ്ധാരണയുമില്ല. എന്റെ മരുമകനെ കുറിച്ച് ഞാൻ ശരിയായ രീതിയിൽ തന്നെയാണ് ധരിച്ചു വച്ചിരിക്കുന്നത്. അതിനെ ആർക്കും തിരുത്താനോ മാറ്റാനോ ഒന്നും പറ്റില്ല. എന്നുവെച്ചാ എന്നോട് അച്ഛന് ദേഷ്യമൊന്നും ഇല്ലാന്ന് തന്നെയല്ലേ? എനിക്കെന്ത് ദേഷ്യം? 2 പെൺമക്കളെ കല്യാണം കഴിച്ച് അയച്ചപ്പോഴേക്കും ആദ്യത്തെ അറ്റാക്ക് സംഭവിച്ചു. 3 പേര് ഇനിയും ബാക്കിയുണ്ട്. ഒരാൾക്ക് 3 അറ്റാക്ക് കൂടുതൽ താങ്ങാൻ പറ്റില്ലെന്ന് കേട്ടിട്ടുള്ളത്. ചിലപ്പോ രണ്ടാമത്തതിൽ തീരും. അതുകൊണ്ട് എന്റെ 3 മക്കളെയും ഒരു കരയ്ക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ അടുത്ത അറ്റാക്ക് എനിക്ക് വരാവൂ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കിപ്പോ ഉള്ളൂ. അച്ഛൻ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം ശരിയാവും. എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. നടക്കട്ടെ. ഇനിയെങ്കിലും എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും എന്നൊരു പ്രതീക്ഷയല്ല ഞാനും. വേറെന്ത് ചെയ്യാൻ പറ്റും? ഇന്ദ്രൻ വെറുതെ വന്നതാണോ അതോ? വരുന്ന തിങ്കളാഴ്ച പുതിയ കടയുടെ ഉദ്ഘാടനം വെച്ചിരിക്കുക. ഓ, വലിയ ചടങ്ങായിട്ടൊന്നുമില്ല. അച്ഛൻ വന്ന് വിളക്ക് കൊളുത്തണം. ഞാനോ? അതെ, ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം അതാ. ദാസങ്ങളും അത് തന്നെ പറഞ്ഞത്. അച്ഛന് അന്നത്തെ ദിവസം വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചടങ്ങ് വേറൊരു ദിവസത്തേക്ക് മാറ്റാനും ഞാൻ തയ്യാറാ. ഏയ്, അതൊന്നും വേണ്ട. തീരുമാനിച്ച ദിവസം തന്നെ നടക്കട്ടെ. ഞാൻ കാരണം ഒന്നും മുടങ്ങരുത്. അച്ഛാ, ചായ എടുത്തിട്ടുണ്ട്, അങ്ങോട്ടിരിക്കാം. ആ, വരൂ. ആ, ഇരിക്കും.
ചായ കുടിക്കിന്ദ്ര. അനുവിനും കൂടെ കൊണ്ടുവരായിരുന്നു. ഇങ്ങനെയൊക്കെയല്ലേ അവളെ ഒന്ന് കാണാൻ പറ്റൂ. അമ്മ സമ്മതിച്ചു കാണില്ല ഇല്ലേന്ദ്ര? അല്ല, അനു എന്റെ അവസ്ഥ തന്നെയാണല്ലോ. ഞാൻ ബൈക്കിൽ പോകുന്നത് അച്ഛനും ഇഷ്ടമല്ല. അതെ അതെ, ഞാൻ അനുവിനെ കൊണ്ടുവരാനിരുന്നതാ. അപ്പോ അമ്മയാ പറഞ്ഞത് ബൈക്കിലുള്ള യാത്ര വേണ്ട, അത് അപകടമാണെന്ന്. ആ ഇന്ദ്രേട്ടനായിരുന്നോ? പുറത്ത് രഘുവേട്ടന്റെ അല്ലാതൊരു ബൈക്ക് കണ്ടു. ചീരു എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പോയതല്ലേ? ആ അതെ, ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാനുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു. കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്തല്ലോ അല്ലേ? അല്ല, കഴിഞ്ഞ തവണ കൊടുക്കാൻ വിട്ടുപോയത് കൊണ്ടാ ഇന്ന് പോയതെന്ന് പറയണ കേട്ടു. അതെ അതെ, ഇപ്പൊ ഒരു പ്രതീക്ഷയുണ്ട് അച്ഛാ. താമസിയാതെ എംപ്ലോയ്മെന്റ് വഴി എനിക്കൊരു ജോലി കിട്ടും. ആ കിട്ടട്ടെ. പെൺകുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാവുന്ന എപ്പോഴും നല്ലത്. അല്ല ചീരു, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് മുമ്പുണ്ടായിരുന്ന സ്ഥലത്തുനിന്ന് ചർച്ച് റോഡിലേക്ക് മാറ്റിയോ? ഏയ്, പഴയ കെട്ടിടത്തിൽ തന്നെയാണല്ലോ ഇപ്പോഴും ഓഫീസ്. എന്താ ഇന്ദ്രേട്ടാ? അല്ല, സത്യനൊരിക്കൽ അങ്ങനെ എന്തോ പറഞ്ഞതായിട്ടൊരു ഓർമ്മ, അതുകൊണ്ട് ചോദിച്ചതാ. ദൈവമേ, ഇന്ദ്രേട്ടൻ എന്തോ മനസ്സിൽ വെച്ചാണല്ലോ സംസാരിക്കുന്നത്. ഇനി ഞങ്ങളെങ്ങാനും ഇന്ദ്രേട്ടൻ കണ്ടോ? ഏതായാലും ചീരു ഇന്ന് പോയ കാര്യം സക്സസ് ആവട്ടെ. താങ്ക്സ് ഇന്ദ്രേട്ടാ. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ. ആയിക്കോട്ടെ. കുറച്ച് തിരക്കുള്ള ടൈമാ. ആ തിരക്ക് നല്ലതാ. അതിനിടയില് തിരിച്ചറിവ് നഷ്ടപ്പെടാതെ നോക്കണം.